പോസ്റ്റുകളും കംപ്ലീറ്റ്ലി ക്ലറിക്കൽ ജോലികളാണ്. അതായത് ഓഫീസിൽ പോയി മാത്രം ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കോ അല്ലെങ്കിൽ പൊതുവെ സ്ത്രീകൾക്കോ ഒക്കെ വരുന്ന ഒരു ലോ റിസ്ക് ആയിട്ടുള്ള ജോബാണ്. 9 to 5 ജോബാണ് SSCയുടെ CHSLലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. +2 യോഗ്യതയുള്ളവർക്ക് കേന്ദ്ര സർക്കാരിൽ ഉയർന്ന ശമ്പളത്തോടുകൂടെ ക്ലറിക്കൽ ജോലികൾ നേടാനുള്ള ഏറ്റവും നല്ല അവസരമാണ് നമ്മുടെ SSCയുടെ CHSL എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ ഈ എക്സാമിന് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇനിയും അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളെ ഒന്ന് എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അതിൻ്റെ കൂടെ തന്നെ എന്താണ് ഈ ഒരു എക്സാമിനേഷൻ എന്നതിൻ്റെ ഒരു ചെറിയ ഓവർവ്യൂ കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആണ്. അപ്പോൾ നിങ്ങളിവിടെ സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ ഈ വരുന്ന ജൂലൈ 18-ാം തീയതി വരെ മാത്രമാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ സമയമുള്ളൂ. സോ ആപ്ലിക്കേഷൻ വിൻഡോ ജൂണിൽ തുറന്നതായിരുന്നു. അപ്പോൾ നിങ്ങൾ മാക്സിമം എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടാകും. ഇനി നിങ്ങൾ ആരെങ്കിലും മടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് എത്രയും പെട്ടെന്ന് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക. നമ്മുടെ എക്സാമിനേഷൻ നടക്കാൻ പോകുന്നത് സെപ്റ്റംബറിലാണ്. സോ അത്യാവശ്യം നല്ല ടൈമും ഉണ്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട്. സോ അപ്പോൾ എന്താണ് CHSL എക്സാം എന്നതിൻ്റെ ഒരു ചെറിയ ഓവർവ്യൂ നമുക്ക് നോക്കാം. CGLO MTSO പോലെയല്ല, പൂർണ്ണമായിട്ടും ഡെസ്ക് ജോബുകൾ വരുന്ന, അതായത് ക്ലറിക്കൽ ജോലികൾ വരുന്ന പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ് SSCയുടെ CHSL വഴി നടക്കുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും 3 പോസ്റ്റുകളാണ് വരുന്നത്. ഒന്ന് ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ, അടുത്തത് ലോവർ ഡിവിഷൻ ക്ലർക്ക് ആൻഡ് ഇത് ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ നമ്മൾ JSA എന്ന് പറയും. അപ്പോൾ ഈ 3 പോസ്റ്റുകളും കംപ്ലീറ്റ്ലി ക്ലറിക്കൽ ജോലികളാണ്. അതായത് ഓഫീസിൽ പോയി മാത്രം ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കോ അല്ലെങ്കിൽ പൊതുവെ സ്ത്രീകൾക്കോ ഒക്കെ വരുന്ന ഒരു ലോ റിസ്ക് ആയിട്ടുള്ള ജോബാണ്. 9 to 5 ജോബാണ് SSCയുടെ CHSLലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഈ 3 ജോലികളിലും പ്രധാനമായിട്ടും നിങ്ങൾക്ക് വരുന്നത് ഡേറ്റ എൻട്രി അല്ലെങ്കിൽ അതുപോലെയുള്ള ക്ലറിക്കൽ ജോലികളായിരിക്കും. ഇനി ഈ ഒരു എക്സാമിന് വേണ്ട അടിസ്ഥാന യോഗ്യത എന്താണെന്ന് കൂടി നോക്കാം. സോ ഇവിടെ ജനറലി നമുക്ക് പറയാം +2 ആണ് അടിസ്ഥാന യോഗ്യത. അതായത് +2 ഇന്ത്യയിൽ നിങ്ങൾ ഒരു റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ബോർഡിൻ്റെ കീഴിൽ നിന്നും പാസ്സായ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് CHSL എക്സാമിന് അപ്ലൈ ചെയ്യാം. ഇനി അതിൽ തന്നെ ഞാൻ പറഞ്ഞു 3 പോസ്റ്റുകൾ ഉണ്ടെന്നല്ലേ. അപ്പോൾ DEOൻ്റെ പോസ്റ്റിലേക്ക് മാത്രം വരുമ്പോൾ അവിടെ സയൻസ് സ്ട്രീം വിത്ത് മാത്തമാറ്റിക്സ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ പോസ്റ്റിന് നിങ്ങൾ അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ മാത്സ് +2ന് പഠിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അതായത് നമ്മൾ ബയോ മാത്സ് എന്നൊക്കെ പറയാം അല്ലേ. സയൻസും മാത്സും പഠിച്ച ആൾക്കാരായിരിക്കണം. സയൻസ് സ്ട്രീം വിത്ത് മാത്തമാറ്റിക്സ് ഓർ ഈക്വലൻ്റ് എന്ന് പറയുന്നുണ്ട്. എന്നാൽ നേരത്തെ പറഞ്ഞ JSAയുടെയോ അല്ലെങ്കിൽ LDCയുടെ പോസ്റ്റിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഒരു നിബന്ധനയുമില്ല. ഇത് DEOക്ക് മാത്രമേ ഉള്ളൂ. ഏത് ബോർഡിൻ്റെ കീഴിൽ നിന്നും ഏത് സ്ട്രീമിൽ +2 പാസ്സായ ആൾക്കാർക്കും ഈ എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് +2 പാസ്സായിട്ടുണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ. 18 വയസ്സ് കഴിഞ്ഞ ആർക്കും ഈ എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇനി നമ്മുടെ സാലറിയുടെ സ്കെയിൽ നോക്കുകയാണെങ്കിലോ 2 സാലറി സ്കെയിലാണ് ഈ ജോലികൾ വരുന്നത്. ഒന്ന് പേ ലെവൽ 2ഉം അടുത്തത് പേ ലെവൽ 4ഉം. സോ LDC JSA എന്ന് പറയുന്നത് DEOനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് പേ ലെവൽ കുറവാണ്. ബട്ട് സ്റ്റിൽ ഇതൊരു സെൻട്രൽ ഗവൺമെൻറ് ജോലിയാണ്. അപ്പോൾ നിങ്ങളുടെ ബേസ് പേയ്മെൻറ്റ് തന്നെ 19,900 നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന സാലറി ഇത് മാത്രമല്ല കേട്ടോ. ഇതിൻ്റെ കൂടെ സെൻട്രൽ ഗവൺമെൻറ് ജോലികളുടെ ഒരുപാട് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്കിവിടെ ഡിയർനെസ് അലവൻസ് ഉണ്ടാകും. അത് തന്നെ ഓൾമോസ്റ്റ് 50% വരും. അതിനുശേഷം നിങ്ങളുടെ പോസ്റ്റിംഗ് ഏത് സിറ്റിയിലാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് HRA കിട്ടുന്നതായിരിക്കും. മെഡിക്കൽ ബെനിഫിറ്റ്സ് ഉണ്ടാവുന്നതായിരിക്കും. ട്രാൻസ്പോർട്ടേഷൻ അലവൻസ് ഉണ്ടായിരിക്കും. ഇനി നിങ്ങൾ ഏത് മിനിസ്ട്രി അല്ലെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണോ പോസ്റ്റഡ് ആവുന്നത് അവിടെ നിന്നും നിങ്ങൾക്ക് എക്സ്ട്രാ ബെനിഫിറ്റ്സ് വേറെയും ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, സോ ഇവിടെ അപ് ടു 63,200 എന്നാണ്. എന്നാലും നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത് ഏകദേശം 45,000 അബവ് സാലറി ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ ഈ പേ ലെവൽ 2ൽ വരുന്ന ഈ ജോബിൽ ലഭിക്കുന്നത്. ഇനി പേ ലെവൽ 4ൽ വരുന്നത് DEOയുടെ തന്നെ 2 ഗ്രേഡാണ്. ഒന്ന് DEO ആൻഡ് അടുത്തത് ഗ്രേഡ് A പോസ്റ്റ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ബേസിക് സാലറി എന്ന് പറയുന്നതിൽ വ്യത്യാസം വരും. സോ അപ്പോൾ ഇവിടേക്ക് വന്നു കഴിയുമ്പോൾ അപ് ടു 81,000 ആണ്. ഈ അപ് ടു 81 നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ പോസ്റ്റിങ്ങിൻ്റെ സിറ്റിക്ക് അനുസരിച്ചിട്ടാണ് കേട്ടോ. ഇപ്പം നിങ്ങളൊരു മെട്രോപൊളിറ്റൻ സിറ്റിയിലാണ് പോസ്റ്റഡ് ആവുന്നതെങ്കിൽ അവിടെ നിങ്ങളുടെ HRAയും ട്രാവൽ അലവൻസും ഒക്കെ കൂടുതലായിരിക്കും. സോ അതിനനുസരിച്ചിട്ടാണ് പറയുന്നത്. പക്ഷേ ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോലി എന്ന നിലയിൽ നല്ല ഡീസൻ്റ് ആയിട്ടുള്ള സാലറി നിങ്ങൾക്കിവിടെ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി ഇവിടെ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രൊമോഷൻ പോളിസീസ് കൂടിയാണ്. സോ ഇവിടെ LDCക്കും JSAക്കും ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള പ്രൊമോഷൻ റോള് തന്നെയാണ് വരുന്നത്. സോ മിനിമം 1 ഇയറിന് ശേഷമാണ്
നിങ്ങൾക്ക് പ്രൊമോഷൻ ഉണ്ടാവുക. പക്ഷേ 1 ഇയർ കൊണ്ടായിരിക്കില്ല, ഒരു 4 to 5 ഇയേഴ്സ് കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങളുടെ ഫസ്റ്റ് പ്രൊമോഷൻ വരിക. അതിൽ LDC അല്ലെങ്കിൽ JSA ഫസ്റ്റ് ആവുന്നത് അസിസ്റ്റൻറ്റോ അല്ലെങ്കിൽ അപ്പർ ഡിവിഷൻ ക്ലർക്കോ ആയിരിക്കും. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റൽ എക്സാം വരുന്നുണ്ടാവും. ആ എക്സാം ക്ലിയർ ചെയ്ത് കഴിയുമ്പോഴാണ് നിങ്ങൾ UDC അല്ലെങ്കിൽ അപ്പർ ഡിവിഷൻ ക്ലർക്ക് ആവുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് ഡിവിഷൻ ക്ലർക്ക് ആകാം, വീണ്ടും നിങ്ങളൊരു സെക്ഷൻ ഓഫീസർ ആവും. അപ്പോൾ ഇതൊക്കെ ഒരു CGL ലെവലിലേക്ക് വരുന്ന പോസ്റ്റാണ് പ്രൊമോഷനിൽ നിങ്ങൾ ഇവിടേക്ക് എത്തുന്നത്. അപ്പോൾ ഇത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും പല സെക്ഷൻസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ അതിലെ ആ സെക്ഷൻ്റെ ഓഫീസറായിട്ടും അല്ലെങ്കിൽ അതിൻ്റെ എല്ലാ ക്ലറിക്കൽ ഡേറ്റ മാനേജ് ചെയ്യുന്ന ഒരു പോസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുക. ഫീൽഡ് ഡ്യൂട്ടി എന്നാലും ഉണ്ടാവില്ല, നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഡെസ്ക് റിലേറ്റഡ് ജോലി തന്നെയായിരിക്കും ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിലൊരു മാറ്റം ഉണ്ടാവില്ല. ഇനി ഡേറ്റ എൻട്രി ഓപ്പറേറ്ററിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഡേറ്റ എൻട്രി ഓപ്പറേറ്ററിന് ഫസ്റ്റത്തെ പ്രൊമോഷൻ അവരുടെ ഗ്രേഡ് അനുസരിച്ചിട്ടാണ് മാറുന്നത്. ഇവിടെ ഗ്രേഡ് B, ഗ്രേഡ് C, ഗ്രേഡ് F എന്ന് പറയുന്ന പോസ്റ്റുകളിലേക്കാണ് എത്തുന്നത്. അപ്പോൾ ഇവിടെ ലാസ്റ്റ് വരുന്ന സമയത്ത് സിസ്റ്റം അനലിസ്റ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് പ്രൊമോഷനിൽ എത്താൻ പറ്റും. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ജസ്റ്റ് +2 കഴിഞ്ഞ ഒരാളുടെ കരിയർ ഗ്രാഫാണ് നമ്മളിവിടെ പറയുന്നത്. ഡിഗ്രി പോലും വേണ്ട, ഡിഗ്രി ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ കൂടെ ഡിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ബട്ട് സ്റ്റിൽ ജസ്റ്റ് നിങ്ങളുടെ മിനിമം എലിജിബിലിറ്റി +2 ആണെങ്കിൽ ഇത്രയും ഒക്കെ നിങ്ങൾക്ക് നേടാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇനി ഈ എക്സാമിൻ്റെ ഡീറ്റെയിൽസും കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ നമുക്ക് 2 tiers-ലാണ് എക്സാം വരുന്നത്, Tier 1 ആൻഡ് Tier 2. അപ്പോൾ ഇവിടെ Tier 1 എക്സാമിൽ നമ്മുടെ SSCയുടെ ഒക്കെ എല്ലാ എക്സാംസിലും വരുന്നത് പോലെ തന്നെ നമുക്കറിയാം 4 സെക്ഷൻസ് ഉണ്ട് അല്ലേ. ഒരു സെക്ഷനിൽ നിന്നും 25 ചോദ്യങ്ങൾ, അതിൽ നിന്നും ഓരോ സെക്ഷനിൽ നിന്നും 50 മാർക്ക്. സോ ടോട്ടലി 200 മാർക്കിലാണ് നമ്മുടെ എക്സാം നടക്കുക. ഇവിടെയും അത് തന്നെയാണ്. സോ ഇവിടെ 2 മാർക്കാണ് ഒരു ക്വസ്റ്റ്യൻ കറക്റ്റ് ആക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത്. ആൻഡ് ഇവിടെ 60 minutes അല്ലെങ്കിൽ 1 മണിക്കൂറാണ് നിങ്ങളുടെ സമയം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു 80 minutes എന്ന് പറയുന്നത് കാണാം. അതെന്താണെന്ന് വെച്ചാൽ ഇത് കംപ്ലീറ്റ്ലി ഒരു ക്ലറിക്കൽ ജോബ് ആയതുകൊണ്ട് തന്നെ ഡിസബിലിറ്റി ഉള്ള ആൾക്കാർക്കും ഇത് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ ജോലികളുടെ ഒരു ഫങ്ഷണൽ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് സിറ്റിംഗ്, സ്റ്റാൻഡിങ്, MF അല്ലെങ്കിൽ മാനിപ്പുലേഷൻ വിത്ത് ഫിംഗേഴ്സ്, പിന്നെ ബെൻഡിങ്, റൈറ്റിംഗ്, അങ്ങനെയുള്ള ഫങ്ഷണാലിറ്റീസ് ആണ്. അപ്പം ബ്ലൈൻഡ് ആയവർക്കും അല്ലെങ്കിൽ ലോ വിഷൻ ഉള്ളവർക്കും ഹിയറിംഗ് ഇമ്പയറിറ്റി ഉള്ളവർക്കും ഒക്കെ ഈ ജോലിക്ക് അപ്ലൈ ചെയ്യാം. സോ അങ്ങനെയുള്ള കുട്ടികൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ ഒരു സ്ക്രൈബിനെ കൂടി കൊണ്ടുവരാം. സോ അങ്ങനെയുള്ളവർക്ക് ഒരു +20 minutes കൂടെ ഇവിടെ കിട്ടും. സോ അതുകൊണ്ടാണ് 60 + 20 80 minutes എന്നിവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായല്ലോ. നിങ്ങളുടെ Tier 1 എക്സാം മാത്രമല്ല Tier 2 എക്സാം എഴുതാനും നിങ്ങൾക്ക് ഈ സ്ക്രൈബിനെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെയുള്ളവർക്ക് പ്രത്യേകം റിലാക്സേഷൻ ഉണ്ട്, സോ റിസർവേഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടില്ലാത്ത ജോലിയാണ്, ഫിസിക്കലി അധികം സ്ട്രെയിൻ ഒന്നും വരാത്ത ജോലിയാണ്. അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ Tier 1 എക്സാമിനേഷൻ. അതിൽ 4 സബ്ജക്ട്സ് ആണ് വരുന്നത്. ഒന്നാമത്തത് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, അടുത്തത് നമുക്ക് ജനറൽ അവയർനെസ് ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. അപ്പോൾ ഇതൊക്കെ ഒരു +2 ലെവൽ എക്സാം ആയതുകൊണ്ട് +2 നിലവാരത്തിൽ തന്നെയായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻസും വരുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് Tier 2 ആണ്. സോ Tier 2 എക്സാമിൽ നമ്മൾ നേരത്തെ കണ്ട 4 സെക്ഷൻസും ഉണ്ട്. അതിൻ്റെ കൂടാതെ നമുക്ക് ഇവിടെ ഒരു കമ്പ്യൂട്ടർ നോളജ് മൊഡ്യൂൾ എന്ന് പറയുന്ന ഒരു സെക്ഷനും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. സോ നേരത്തെ കണ്ട റീസണിങ് ഉണ്ട്, ഇംഗ്ലീഷ് ലാംഗ്വേജ്, ജനറൽ അവയർനെസ് ആൻഡ് മാത്തമാറ്റിക്സ്. ഇത് അതേ 4 സബ്ജക്റ്റുകൾ തന്നെയാണ് Tier 2-ലും വരുന്നത്. അതിൻ്റെ സിലബസിലൊന്നും കാര്യമായിട്ട് മാറ്റമില്ല, ക്വസ്റ്റ്യൻസിൻ്റെ ലെവലിൽ മാത്രമാണ് വ്യത്യാസമുള്ളൂ. സോ ഇത് 4ഉം വന്നു. അതിൻ്റെ വെയിറ്റേജിൽ വ്യത്യാസമുണ്ട്. കഴിഞ്ഞ Tier 1-ൽ 4-നും ഒരേ സിലബസും ഒരേ വെയിറ്റേജ് ആയിരുന്നെങ്കിൽ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്നത് ഇംഗ്ലീഷിനാണ്, ഏറ്റവും കുറവ് ജനറൽ അവയർനെസ്സിനാണ്. മാത്സിനും റീസണിങ്ങിനും തുല്യ വെയിറ്റേജ് ആണ്. ഒരു ക്വസ്റ്റിന് 3 മാർക്കാണ് ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നത്. ഇനി തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ 1 മാർക്ക് നെഗറ്റീവ് മാർക്കായിട്ട് പോവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇനി ഇത് കൂടാതെ നിങ്ങൾക്ക് ഈ കമ്പ്യൂട്ടർ നോളജ് മൊഡ്യൂൾ എന്ന് പറയുന്ന ഒരു സെഷനും കൂടി ഉണ്ട്. അത് ക്വാളിഫയിങ് ആട്ടോ. അപ്പോൾ ഇതിൻ്റെ മാർക്ക് ഫൈനൽ മെറിറ്റ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യില്ല. ഇത് നിങ്ങൾ ജസ്റ്റ് പാസ്സായാൽ മതി. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് ഒരു സ്കിൽ ടെസ്റ്റ് അല്ലെങ്കിൽ ഒരു ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടാകും. അതും കൂടെ പാസ്സാവണം. അപ്പോൾ അതിനും മാർക്കില്ല, ക്വാളിഫയിങ് നേച്ചറിലാണ് വരുന്നത്. ഇതും കൂടെ പാസ്സായി കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ജോലി ഉറപ്പായിട്ടും ലഭിക്കുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ SSCയുടെ CHSL എക്സാമിൻ്റെ വിശേഷങ്ങൾ എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ
എങ്ങനെയാണ് എക്സാമിൻ്റെ ക്ലോസിംഗ് ഡേറ്റ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ക്ലോസിംഗ് ഡേറ്റ് ഒക്കെ ഡിസ്കസ് ചെയ്തു. ഇതൊക്കെയാണ് സംഭവം എന്ന് മനസ്സിലായി. ഇനി ഇതിപ്പോൾ നമ്മൾ പഠിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? സമയമുണ്ട്. സോ സെപ്റ്റംബറിലാണ് എക്സാം നടക്കാൻ പോകുന്നത്. എങ്ങനെ പഠിക്കണം എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട, എൻട്രി നിങ്ങളുടെ കൂടെയുണ്ട്. ഓക്കെ, അപ്പോൾ SSC CHSL എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കായിട്ടുള്ള എല്ലാ ആവശ്യമുള്ള കാര്യങ്ങളും എൻട്രി ആപ്പിൽ അവൈലബിൾ ആണ്. ഇനി അത് മാത്രമല്ല, SSCയിൽ ഇപ്പം CGL നോട്ടിഫിക്കേഷൻ വന്നു, MTS വന്നു, CHSL വന്നു. അതുപോലെ ബാങ്കിങ് എക്സാംസിലും ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട്. ഒത്തിരി വേക്കൻസീസ് ആണ് ഈ വർഷം ഉള്ളത്. അങ്ങനെ നിങ്ങൾ പൊതുവെ എല്ലാ സെൻട്രൽ ഗവൺമെൻറ് എക്സാംസും SSCയും ബാങ്കിങ്ങും ഒക്കെ ഒരുമിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി എൻട്രിയിൽ നമ്മളൊരു ഫൗണ്ടേഷൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ സെൻട്രൽ ഗവൺമെൻറ് എക്സാംസിനെയും യൂണിഫോംലി ടാർഗറ്റ് ചെയ്യുന്ന ഒരു കോഴ്സായിരിക്കും ഫൗണ്ടേഷനായിട്ട് നിങ്ങൾക്ക് എൻട്രി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി അതുകൂടാതെ നിങ്ങളിപ്പോൾ ഒരു വർക്കിംഗ് പ്രൊഫഷണലോ അല്ലെങ്കിൽ ഒരു ഹൗസ് വൈഫോ ഒക്കെയാണ്, നിങ്ങൾക്ക് പകലധികം സമയമില്ല, നിങ്ങൾക്ക് ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോലി വേണം, പക്ഷേ അതിൽ ഫോക്കസ് ചെയ്യാനുള്ള ടൈം നിങ്ങൾക്ക് ഡേ ടൈം ഇല്ല എന്നുണ്ടെങ്കിൽ അതിലും നിങ്ങൾ പേടിക്കേണ്ട. നമുക്ക് നൈറ്റ് ക്ലാസ്സസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബാച്ചും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് കൂടുതലും വർക്കിംഗ് പ്രൊഫഷണൽസിന് വേണ്ടിയിട്ടും ഹൗസ് വൈഫ്സിനൊക്കെ വേണ്ടിയിട്ടാണ്. സോ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കുന്ന നൈറ്റ് ടൈമിൽ ഒത്തിരി ക്ലാസ്സസിലൂടെ നിങ്ങളുടെ പ്രിപ്പറേഷന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങനെയല്ല, ജനറൽ ആയിട്ടുള്ള ഈ ബാങ്കിങ് എക്സാംസ് അല്ലെങ്കിൽ റെയിൽവേ എക്സാംസ് SSC എന്നല്ല, നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് ചില എക്സാംസ് ടാർഗറ്റ് ചെയ്തിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ടാർഗറ്റ് ക്രാഷ് ബാച്ചസും നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. ഓക്കെ, ഇനി ഇതൊന്നുമല്ലാതെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് വളരെ സീരിയസ് ആയിട്ടാണ്, അതായത് നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്ത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു പ്രിപ്പറേഷനാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതേ സീരിയസ്നെസ്സോടുകൂടെ എൻട്രിയിലും നമ്മൾ ചില കോഴ്സസ് ആരംഭിച്ചിട്ടുണ്ട്. സോ നമ്മളിതിനെ സ്പെഷ്യൽ ബാച്ച് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സ്പെഷ്യൽ ബാച്ചിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇറസ്പെക്റ്റീവ് ഓഫ് ഡേ ആൻഡ് നൈറ്റ് നിങ്ങൾക്ക് ക്ലാസ്സസും സ്റ്റഡി മെറ്റീരിയൽസും മെൻറ്റർ സപ്പോർട്ടും ടാസ്കുകളും ലഭിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ പഠിക്കുന്ന ബി കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് ഗവൺമെൻറ് എക്സാംസിൻ്റെ പ്രിപ്പറേഷന് വേണ്ടി ഒരു വർഷം മാറ്റിവെച്ചു, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ജോലി റിസൈൻ ചെയ്തിട്ടോ അങ്ങനെ വളരെ സീരിയസ് ആയിട്ട് ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്പെഷ്യൽ ബാച്ച് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഡേ ആൻഡ് നൈറ്റ് നിങ്ങൾക്ക് ഒരേപോലെ ക്ലാസ്സസും മെറ്റീരിയൽസും ഗൈഡൻസും സപ്പോർട്ടും ലഭിക്കും എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ 1 ഇയറിനുള്ളിൽ നിങ്ങൾ എക്സാം ക്രാക്ക് ചെയ്യും എന്ന ഗ്യാരണ്ടി എൻട്രിയിൽ നിന്ന് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ സ്പെഷ്യൽ ബാച്ചിലൂടെ ഈ ഒരു ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ 4 സ്റ്റേജസിലൂടെയാണ് നമ്മുടെ ഈ എക്സാമിൻ്റെ ഒരു മെൻറ്ററിങ് നടക്കുന്നത്, ഈ സ്പെഷ്യൽ ബാച്ചിൻ്റെ മെൻറ്ററിങ് നടക്കുന്നത്. ഒന്നാമത്തെ സ്റ്റേജിൽ കൂടുതലും നിങ്ങളുടെ ബേസിക് നോളജുകളും ബേസിക് കോൺസെപ്റ്റുകളിലും ആയിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അതിനുശേഷം ബേസിക് കോൺസെപ്റ്റ്സ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായതിനു ശേഷം അതിൽ പ്രാക്ടീസ് സെറ്റൊക്കെ ചെയ്തതിന് ശേഷം നിങ്ങളുടെ വീക്കർ ഏരിയ ഫോക്കസ്, അതിപ്പോൾ ഓരോ സ്റ്റുഡൻറ്റിനും ഡിഫറെൻ്റ് ആയിരിക്കും. അതിന് നമുക്ക് നമ്മുടെ മെൻറ്റേഴ്സ് ഉണ്ട്, അവർക്ക് നിങ്ങളുടെ വീക്ക്നെസ്സസും നിങ്ങൾക്ക് പ്രോബ്ലംസ് വരുന്ന ഏരിയാസൊക്കെ മനസ്സിലാക്കി നിങ്ങളെ അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യിപ്പിച്ച് നിങ്ങളെ അതിൽ കൂടുതൽ സ്ട്രോങ് ആക്കുന്നതായിരിക്കും നമ്മുടെ രണ്ടാമത്തെ സ്റ്റേജ് ഓഫ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമ്മുടെ സ്റ്റേജ് 3 ആണ്. സ്റ്റേജ് 3 കൂടുതലും ഷോർട്ട് കട്ട്സും ട്രിക്സും അടങ്ങുന്ന പ്രാക്ടീസ് സെഷൻസ് ആണ്. സോ എങ്ങനെയാണ് തന്നിരിക്കുന്ന സമയത്തിനുള്ളിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും, ഇത് എല്ലാം കവർ ചെയ്യുന്ന ഒരു സ്റ്റേജ് 3 പ്രിപ്പറേഷൻ നമുക്കുണ്ടായിരിക്കും. ഇനി ഈ സ്പെഷ്യൽ ബാച്ചസിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി മെയിൻസ് ഫോക്കസ്ഡ് ആയിരിക്കും. സോ പ്രിലിംസ് അല്ലെങ്കിൽ നമ്മുടെ Tier 1 കഴിഞ്ഞ് Tier 2 നിങ്ങൾ പോകുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, സോ Tier 2 നിങ്ങൾക്ക് ഉന്നത വിജയം നേടിത്തരാൻ എങ്ങനെയാണ് നമുക്ക് സാധിക്കും, ഇതാണ് സ്റ്റേജ് 4 നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ 4 സ്റ്റേജസ് അടങ്ങുന്ന സ്പെഷ്യൽ ബാച്ചിൻ്റെ വലിയ പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഗ്യാരണ്ടീഡ് സക്സസ് ഇൻ എ ഇയർ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും സീരിയസ് ആയിട്ട് എക്സാംസിന് കാണുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു സ്പെഷ്യൽ ബാച്ചിൻ്റെ ഭാഗമാവുക. ഇനി അത് മാത്രമല്ല, നിങ്ങളിപ്പം ഡിഗ്രി ഓൺഗോയിങ് സ്റ്റുഡൻസ് ആണെങ്കിൽ അങ്ങനെയുള്ളവർക്ക്, അതായത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ നിങ്ങൾ ജസ്റ്റ് എക്സാം എഴുതി നോക്കുന്നു, ബി നെക്സ്റ്റ് ഇയർ ആയിരിക്കും നിങ്ങൾ സീരിയസ് ആയിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്, അങ്ങനെയുള്ളവർക്ക് നമ്മളൊരു ട്രിപ്പിൾ വാലിഡിറ്റിയുടെ ഓഫർ കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ 1 ടൈം പേയ്മെൻറ്റ് 1 വർഷത്തേക്ക് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ വാലിഡിറ്റി നിങ്ങൾക്ക് 3 വർഷത്തേക്കായിരിക്കും. സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആ ഡിഗ്രി ഓൺഗോയിങ് ആ ഡിഗ്രിയുടെ കഴിയുന്ന സമയത്തേക്ക് അല്ലെങ്കിൽ ആ ഒരു 3 ഇയറിനുള്ളിൽ തന്നെ നിങ്ങളുടെ എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളോട് പറയാനുള്ളത്. സോ സമയം ആരും ഒട്ടും കളയരുത്. ഞാൻ ഈ പറഞ്ഞതിനെ പറ്റി
നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതാ സ്ക്രീനിൽ കാണുന്ന ഈ ഒരൊറ്റ നമ്പറിൽ നിങ്ങൾക്ക് നമ്മളെ കണക്ട് ചെയ്യാം. ഇനി അത് മാത്രമല്ല, ഞാനിപ്പോൾ പറഞ്ഞ കോഴ്സിനെ പറ്റിയല്ല, എക്സാംസിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ എക്സാംസിൻ്റെ സർട്ടിഫിക്കറ്റ്സ് എങ്ങനെ അപ്ലോഡ് ചെയ്യണം, ഏതൊക്കെ ഡേറ്റ് ആണ്, നിങ്ങളുടെ കാറ്റഗറി, റിസർവേഷൻ, അങ്ങനെ എന്ത് എക്സാം റിലേറ്റഡ് ക്വയറീസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതേ നമ്പറിൽ തന്നെ നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ഇനി ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ മടിയുള്ളവർക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും പിൻഡ് കോമൻ്റ് ആയിട്ടും ഒരു ഗൂഗിൾ ഫോം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സോ ജസ്റ്റ് ആ ഫോമിൽ നിങ്ങളുടെ ക്വയറി എഴുതി ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അക്കാഡമിക് കൗൺസിലർ നിങ്ങളെ അങ്ങോട്ട് കണക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ മറക്കണ്ട, CHSL എക്സാമിനേഷന് എത്രയും പെട്ടെന്ന് എല്ലാവരും തന്നെ അപ്ലൈ ചെയ്യും. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.